ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് മാസങ്ങളായിട്ട് വണ്ടികൾ ഇറങ്ങുന്നതൊക്കെ ഇത്തിരി കുറവായിരുന്നു. ഇനി ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു മാസം ഒരു മേജർ ലോഞ്ചൊക്കെ മിക്കവാറും ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ മാസം അങ്ങനെയല്ല, ഇഷ്ടം പോലെ വണ്ടികളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്കതിൽ ആദ്യം വരാൻ പോകുന്ന നിസാൻ്റെ എക്സ്ട്രയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ വാഹനം ഓഗസ്റ്റ് 1 ലോഞ്ച് ആവാൻ പോകുന്നത്. ഇതിൻ്റെ മീഡിയ ഡ്രൈവും അതുപോലെ അൺവെയിലും പരിപാടികളും എല്ലാം കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ നമുക്ക് ആകെ അറിയാനുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. കാരണം ബാക്കി സ്പെക്സ് ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും അതുപോലെ വാഹനത്തിനകത്ത് വരുന്ന എഞ്ചിൻ, ഇതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഓൾറെഡി നോൺ ആണ്. ഇപ്പോൾ ഡിസൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഡിയാക്കിൻ്റെ ഒക്കെ അത്രയും സൈസ് വരുന്ന ഒരു വണ്ടിയാണ്. ഫ്രണ്ടിൽ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സും LED ഹെഡ് ലാംപ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ 8 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് പുറമെ നമുക്ക് 12.3 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ ഉണ്ട്. അതുപോലെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടും സംഭവങ്ങളും എല്ലാം നല്ലതാണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ നല്ലതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഫീച്ചേഴ്സും കൂടെ അവരൊന്ന് നല്ലതാക്കിയിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ ഡ്രൈവർ സൈഡിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുക, വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുക്കുക, പവർ ടെയിൽ ഗേറ്റ് കൊടുക്കുക, ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബേസിക് നെസസിറ്റീസ് ആണ്. അതൊന്നും അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി CBU ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും 40 lakhs താഴെ ഇത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി പ്രൈസ് കൂടുതലാണ്, ഫീച്ചേഴ്സ് ഒരു ഇത്തിരി കുറവാണ്. പക്ഷേ മെക്കാനിക്കലി ഈ വാഹനം ഓക്കെയാണ്. പേര് കേൾക്കുന്ന സമയത്ത് 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ എന്നൊക്കെ പറയും. പക്ഷേ ലോകത്തിലെ തന്നെ ആദ്യത്തെ വേരിയബിൾ കംപ്രഷൻ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനുള്ള വണ്ടി ഇതാണ്. ഇത് ഇൻ്റർനാഷണലി 200 PS അടുത്തൊക്കെ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കുറവാണ്, 163 PS പവറേ ഉള്ളൂ. ഓൺ പേപ്പർ കുറവാണെങ്കിലും 0 to 100 8.8 സെക്കൻഡ്സിൽ ഈ വാഹനം എത്തും. അതും ഇത്രയും വെയിറ്റുള്ള, ഇത്രയും വലിയ സൈസുള്ളൊരു വണ്ടിയാണ് എന്നാലോചിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തെ പറ്റി പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നിസാൻ്റെ എക്സ്ട്രോണിക് CVT ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇനിയിപ്പം ബാക്കി ഇതിൻ്റെ കറക്റ്റ് എക്സാക്ട് പ്രൈസ് നമുക്ക് ലോഞ്ചിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് വരാൻ പോകുന്ന വണ്ടി നമ്മുടെ സിട്രോയിൻ്റെ ബസാൾട്ട് എന്ന് പറയുന്ന പുതിയൊരു കൂപ്പ SUV ആണ്. ഈ വണ്ടി ഇപ്പം കൈൻഡ് ഓഫ് ഒരു പുതിയ സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറയാം. ഇന്ത്യയിൽ തന്നെ ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ ബഡ്ജറ്റ് കൂപ്പ SUV ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും കർവ് എവിടെ പോയി എന്ന്. കർവിനെ പറ്റി ഞാൻ പറയാം. പക്ഷേ ഈ വണ്ടിയുടെ ലോഞ്ച് ഡേറ്റ് ഓഗസ്റ്റ് 2 അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ എന്ന് പറയാനുള്ള കാരണം. പിന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. സിട്രോയിൻ ഇതുവരെ ചെയ്തിട്ടുള്ള കുറേ പോരായ്മകൾ നികത്തിയിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ LED ഹെഡ് ലാംപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, 10.2 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതൊക്കെ ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഓട്ടോ AC പുഷ് ബട്ടൺ സ്റ്റാർട്ട് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ അവൈലബിൾ ആണ്. ഇതൊന്നും അവർ ഇതുവരെ ഇറക്കിയിട്ടുള്ള വണ്ടികളൊന്നും കൊടുക്കാത്ത ഫീച്ചേഴ്സാണ്. പിന്നെ മൈനർ ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ, അതായത് ഫ്രണ്ടിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ആംബ്രസ്റ്റ്, ബാക്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംബ്രസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ബാക്കിൽ വരുന്നത്, അങ്ങനെ ചെറിയ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് സിട്രോയിൻ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ പ്രൈസിങ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. 10 lakhs ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസ്. കാരണം C3 എയർക്രോസ് അവർ ആ ഒരു പ്രൈസ് പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മാക്സിമം 14 lakhs വരെയാണ് പോകുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് 1.2 ലിറ്റർ പ്യുവർടെക് 110 എന്ന് പറയുന്ന ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അത് 110 PS പവറും 205 Nm ടോർക്ക് ഓട്ടോമാറ്റിക്കലും 190 Nm ടോർക്ക് മാനുവലും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഒരു മാനുവൽ മാത്രമേ വെച്ചായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും അതുപോലെ നമ്മുടെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഇറക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സിട്രോയിൻ ഇതുവരെ ഇന്ത്യയിൽ എടുത്തിട്ടുള്ള മെഷേഴ്സിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇതിലൂടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി അടുത്ത വാഹനം ടാറ്റ കർവാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഈ വണ്ടി ഇറങ്ങാൻ പോകുന്ന ഓഗസ്റ്റ് 7 ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ബസാൾട്ട് ഇറങ്ങിക്കഴിഞ്ഞ്. അതുകൊണ്ട് നമുക്കിത് കൂപ്പേ സെഗ്മെൻറ്റിൽ വരുന്ന രണ്ടാമത്തെ വാഹനമായിട്ട് പറയാം. പക്ഷെ എന്തായാലും രണ്ട് വണ്ടികളും ഒരേ കോമ്പറ്റീഷനിലാണ് വരുന്നത്. ഈ ഒരേ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാലും ബസാൾട്ട് ഭയങ്കര ഹൈ വോളിയം സെല്ലർ ആയിരിക്കാനുള്ള ചാൻസ് കുറവാണ്. കർവ് പക്ഷേ ടാറ്റ ഹൈ വോളിയം സെയിൽസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് എന്തായാലും 5000 മുകളിലായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVs, അതായത് ക്രെറ്റ, സെൽട്ടോസ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചായിരിക്കും. ഈ അടുത്ത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് ലീക്കായി വന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് ടാറ്റ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് ആവട്ടെ, 12.3 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആവട്ടെ, ഇതിനൊക്കെ പുറമെ വരുന്ന പാനോറാമിക് സൺറൂഫ്, ഈവൻ ടാറ്റ ഇതിൻ്റെ അകത്ത് പവർ ടെയിൽ ഗേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒന്നും കിട്ടാത്ത ഫീച്ചേഴ്സാണ്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്, ഓൾ 4 ഡിസ്ക് ബ്രേക്സ് ഉണ്ട്, 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഒന്നും പറയേണ്ട. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലും ഈ വണ്ടിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഓൾമോസ്റ്റ് ക്രെറ്റ ലെവലിലുള്ള ഫീച്ചേഴ്സ് ആണെന്ന് തന്നെ പറയാം. 360 ഡിഗ്രി ക്യാമറയുണ്ട്.
എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഇപ്രാവശ്യം ടാറ്റ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിനു മുമ്പ് ഈ വണ്ടി ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അവർ പറഞ്ഞ പുതിയ അവരുടെ 1.2 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ വാഹനത്തിലായിരിക്കും എന്നാണ്. അതെന്തായാലും അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്. ഈ പുതിയ എഞ്ചിൻ ഈ വണ്ടിയിലാണ് വരാൻ പോകുന്നത്. ഇത് TGDI ആയതുകൊണ്ട് തന്നെ പഴയ MPFI എഞ്ചിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസും മൈലേജും ഒക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൺ പേപ്പർ 125 PS പവറും അതുപോലെ 225 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറമെ നമുക്ക് നോർമൽ 1.2 MPFI ടർബോ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. നെക്സോണിലുള്ള സെയിം പവർ വെച്ച് 120 PS 170 Nm ടോർക്കും. പിന്നെ വരുന്ന 1.5 ഡീസലാണ്. അത് 115 PS 260 Nm ടോർക്കുമാണ് വരുന്നത്. എല്ലാ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കൂടെയും ഇപ്രാവശ്യം ടാറ്റ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് കൊടുക്കുന്നത്. AMT ഓട്ടോമാറ്റിക് അവർ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് മോഡൽ എടുക്കുകയാണെങ്കിൽ 55 kWh ബാറ്ററി പാക്ക് ആണ് അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മീഡിയം റേഞ്ച് ആണെങ്കിൽ 40.5 kWh ബാറ്ററി പാക്ക് ആണ് വരുന്നത്. അതിൻ്റെ റേഞ്ച് ഇതുവരെ നമുക്ക് അങ്ങനെ കറക്റ്റ് ഒഫീഷ്യൽ ഫിഗേഴ്സ് കിട്ടിയിട്ടില്ല. പക്ഷേ എക്സ്പെക്റ്റഡ് ഫിഗേഴ്സ് ലോങ് റേഞ്ച് മോഡലിന് ഓൾമോസ്റ്റ് 600 അടുത്തും അതുപോലെ മീഡിയം റേഞ്ച് മോഡലിന് ഏകദേശം 450 അടുത്തും ക്ലെയിംഡ് വരും എന്നാണ്. ഇനി അടുത്ത വണ്ടിയാണ് എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു വാഹനം. കഴിഞ്ഞ വർഷം ഇറങ്ങാനിരുന്ന വണ്ടിയായിരുന്നു. പക്ഷേ ഈ വർഷത്തേക്ക് കുറച്ച് ലോഞ്ച് ലേറ്റായി വരുന്നതാണ്. ഥാർ 5 ഡോറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹീന്ദ്ര ഈ വാഹനത്തിൻ്റെ പേര് ഒഫീഷ്യലി കൊടുത്തിരിക്കുന്നത് ഥാർ റോക്സ് എന്നാണ്. എന്തായാലും നമ്മുടെ 3 ഡോർ ഥാറിൻ്റെ തന്നെ ഒരു 5 ഡോർ വേർഷനായിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം. ഫ്രണ്ടിലത്തെ ഗ്രില്ലും ഹെഡ്ലൈറ്റ്സ് എല്ലാം വ്യത്യാസമുണ്ട്. അലോയ് വീൽസ് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്. അതുപോലെ ബാക്കിൽ വരുന്ന ഒരു അഡീഷണൽ ഡോർ അതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് സി പില്ലർ മൗണ്ടഡായിട്ടൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ ചേഞ്ചസ് പോകുന്നത്. ബാക്കിലത്തെ ഡിസൈനിൽ വലിയ വ്യത്യാസമില്ല. ആകെപ്പാടെ LED ടെയിൽ ലാംപ്സ് ഒക്കെ ആഡായി എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അകത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം മാറ്റങ്ങൾ പറയാം. കാരണം ഇതിൻ്റെ അകത്ത് പുതിയ സ്കോർപിയോനിലൊക്കെ വരുന്ന സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. 10.25 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻസ് ആണ് വരുന്നത്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ആയിട്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് AC എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ നോർമൽ താറിൻ്റെ സെയിം കൺട്രോൾ പാനലൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. എനിവേ അതിന് പുറമെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത്രയും റഗഡ് ആയിട്ടുള്ളൊരു SUV-യിൽ ഇതുവരെ ആരും കൊടുക്കാത്ത പാനറോമിക് സൺറൂഫ് വരെ നമ്മുടെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ ആരും അങ്ങനെ ഓഫർ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇവർക്ക് 2 ട്രിം ലെവൽസ് ഒക്കെ ആയിട്ട് കൊടുക്കാം. അതായത് ഒരു ലക്ഷറി പോലെ നിൽക്കുന്ന, അതായത് ഓഫ് റോഡ് വണ്ടി വേണം പക്ഷേ അതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് മാക്സിമം ഫീച്ചേഴ്സ് കൊടുക്കാം. ഈവൻ 360 ക്യാമറ വരെ ഈ വാഹനത്തിനകത്ത് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് കുറച്ചും കൂടെ ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വേരിയൻസ് കുറച്ചും കൂടെ നമുക്ക് അങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിലും അത് നല്ലതാണ്. ഇപ്പോൾ ഓൾട്രെയിൻ ടയർസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. എന്നാൽ പോലും നമുക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു സ്പെക്ക്, ഹാർഡ് കോർ ഓഫ് റോഡ് പോലത്തെ സ്പെക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനായിട്ട് പറയാം. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവർക്കും പാനോറാമിക് സൺറൂഫിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. 2.2 ലിറ്റർ MHOP ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. 2 ലിറ്റർ M-Stallion പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. ഇതിനൊക്കെ പുറമെ മഹീന്ദ്രയുടെ കുറഞ്ഞ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള 1.5 ലിറ്റർ ടർബോ ഡീസലും ഇതിൻ്റെ അകത്ത് വരും എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടെ എൻട്രി ലെവൽ പ്രൈസ് പോയിന്റിൽ അവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കാം. കാരണം ഓഗസ്റ്റ് 15-നാണ് ഈ വാഹനം അവരിവിടെ അൺവെയിൽ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് കുറച്ച് പ്രീമിയം വണ്ടികളാണ്. അതിൽ ആദ്യത്തേത് നമ്മുടെ ലംബോർഗിനി ഉറൂസിൻ്റെ SE ഹൈബ്രിഡ് എന്ന് പറഞ്ഞ പുതിയ ട്രിമ്മാണ്. നമ്മുടെ ലംബോർഗിനി റേഞ്ചിൽ തന്നെ ആദ്യമായിട്ട് ഒരു PHEV, അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് പവർ ട്രെയിൻ കൊണ്ടുവരുന്ന ഒരു വണ്ടി ഇത് തന്നെയാണ്. ഇതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. 4 ലിറ്റർ ട്വിൻ ടർബോ V8-ൻ്റെ കൂടെ ആയിരിക്കും വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് പ്ലഗ് ഇൻ ഹൈബ്രിഡ് സിസ്റ്റവും കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത 2 നമ്മുടെ മെർസിഡീസിൻ്റെ വണ്ടികളാണ്. അതിലൊന്ന് CLE കാബ്രിയോളെ എന്ന് പറയുന്ന ഇവരുടെ C ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ് ഇനി വരാൻ പോകുന്ന പുതിയ ജനറേഷൻ E ക്ലാസിൻ്റെ MRI പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു കൺവേർട്ടബിൾ വാഹനമാണ്. ഇത് ഓഗസ്റ്റ് 8-ാണ് ഇറങ്ങാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന അടുത്ത വണ്ടിയും ഓഗസ്റ്റ് 8-ന് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഈ വാഹനം മിക്കവാറും 2 വേരിയൻസിലായിരിക്കും വരുന്നത്. CLE 300 ഫോർമാറ്റിക്, അതുപോലെ തന്നെ 450 ഫോർമാറ്റിക്. ഇനി അടുത്തത് വളരെ ചെറിയ പേരുള്ളൊരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വേർഷനാണ്. മെർസിഡീസ് AMG GLC 43 കൂപ്പെ ഫോർമാറ്റിക്. ഓക്കെ, ഇത് ഓഗസ്റ്റ് 8-നാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുതിയ ഇവരുടെ 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ വെച്ചായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ A45 കണ്ട അതേ എഞ്ചിൻ തന്നെ. അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ്. പക്ഷേ ഇപ്പം മെർസിഡീസ് കൂടുതലും ഡൗൺ സൈസിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വണ്ടികളിൽ. ഗൈസ്, അപ്പോൾ ഇതാണ് ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന പുതിയ വണ്ടികൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.